ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ന്യൂ ജെൻ ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ 3D ആണ്. അപ്പോൾ ഇത് കളിക്കാത്തവരുണ്ടെങ്കിൽ പറയുക, നല്ല ഗെയിം തന്നെയാണ്. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൻ്റെ ഗെയിം അങ്ങനെ കളിച്ചിട്ടുണ്ട് എല്ലാവരും, കുറവാണ് കളിക്കാത്തവർ. അപ്പോൾ ഇത് നല്ല ഗെയിം തന്നെയാണ്. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഈ 100 എത്ര MB ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് ലൈക്ക് എത്ര ലൈക്ക് ചെയ്യുക, ഷെയർ എത്ര ഷെയർ ചെയ്യുക, സബ് എത്ര സബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചേക്ക്. നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ക്ലോസ് ഓപ്പൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ഓപ്പണൊക്കെ കട ക്ലോസും ഓപ്പണും ചെയ്യുന്നതിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മേശ നമുക്ക് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യാനാണ് കടയിൽ വെക്കാനുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഞെക്കിയിട്ട് ഉദാഹരണം ഞാനിപ്പോൾ 2 സാധനം ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. വെച്ച് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നത് ആപ്പിളാണ്. ആപ്പിളും പിന്നെ ഒരു കോൺഫ്ലെക്സ് പോലത്തെ സാധനം, അത് രണ്ടും ആ പച്ചയിൽ പിടിച്ച് അപ്പോൾ റൈസയിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബൈ കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ 2ൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കളിച്ച് നോക്കിയിട്ടാണ്. നല്ല ഗെയിം ആണെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതാണ് ഞാൻ ഒരു വട്ടം കളിച്ചതിൻ്റെ ആപ്പിളും ആ സാധനം വെച്ചതിൻ്റെ ആണ് ആ കൗണ്ടറിൽ അങ്ങനത്തെ ഒരു ഇത് കിടക്കണേ. അപ്പോൾ ഗൈസ് നല്ല ഇത് തന്നെ കേട്ടോ, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഈ ഗെയിമിന് മുന്നേ അൾട്രാ ഗ്രാഫിക്സ് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് നേരത്തെ ഞാൻ കളിച്ചതിൻ്റെ ലാഭമൊക്കെ കാണിച്ചെന്നാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ ഇത് വേസ്റ്റ് ബിന്നാട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മേളിലൊക്കെ ആയിട്ട് ഗെയിമിങ്ങിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഗൈസ്. നല്ല സ്ഥലമാണ് ഗൈസ്. അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ ആപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആപ്പിൾ നമുക്ക് കൊണ്ടുപോയി നിറയ്ക്കയിൽ. അപ്പോൾ നമുക്ക് ആദ്യം പഠിപ്പിച്ച റൂട്ടല്ല, ഞാൻ ഇത് ഒരു വട്ടം കളിച്ച കാരണമാണ് എനിക്ക് പറഞ്ഞുതരാത്തത്. ഗൈസ് നമ്മളിങ്ങനെ ഓരോ സാധനം ഓർഡർ ചെയ്തിട്ട് പെട്ടി എടുത്തിട്ട് ആ സാധനം വെച്ചിട്ട് പെട്ടി കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ ഇടുക. എന്നിട്ട് ആ കാർഡില്ല ഫ്രണ്ടിലിരിക്കുന്നത്, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കൂട്ടാം. ഇപ്പം ഞാൻ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പുതിയ ഒരു 20 രൂപയ്ക്ക് നമുക്ക് പുതിയൊരു ഇത് ഓഫർ ഓണായിട്ടുണ്ട്. അപ്പോൾ പുതിയ പ്രൊഡക്ട്സൊക്കെ വരുന്നുണ്ട്. വെള്ളം കുപ്പി ഇങ്ങനത്തെ സാധനമൊക്കെ പുതിയതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കാം. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫർണിച്ചറൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് വരുമ്പോൾ ഒരു മണിയടി ശബ്ദമാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് സൈഡിൽ നോക്കിയാൽ ഫർണിച്ചർ കിട്ടും. എന്താണ്, ഫ്രിഡ്ജുണ്ട്, നോർമൽ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്, വലിയ ഐസ്ക്രീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഐസ്ക്രീമുള്ള ഫ്രിഡ്ജ് ഉണ്ട്. അതേ അപ്പോഴത്തേക്കും നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. നമുക്കിനി അത് കൊണ്ടുപോയി അവിടെ വെക്കാം. ഇപ്പോൾ അത് നിറച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് പ്രൈസൊന്ന് നോക്കാം. അപ്പോൾ പ്രൈസ് നോക്കുമ്പോൾ കൂട്ടി തന്നെയാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് വെറുതെ പോയിട്ട് മറ്റേ ഈ ടേബിളിൽ വീണ്ടും നോക്കി വെക്കാം, പുതിയത് നമുക്ക് ഇത് വാങ്ങാൻ പറ്റുമോയെന്ന്. ഇല്ല ഗൈസ്, അപ്പോൾ അതിന് ഇനി 200 രൂപ വേണം. അപ്പോൾ ഈ മേളിൽ പ്രൈസും പവറൊക്കെ കാണിക്കുന്നുണ്ട്. പവർ ഒരു ഇടിമിന്നൽ പോലത്തെ സാധനം, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ അറിയുമ്പോൾ പറയാം. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയ എല്ലാം സാധനം വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ വേണം അത്യാവശ്യം. നമ്മുടെ കയ്യിൽ 52 രൂപയുള്ളൂ. കുറച്ച് പൈസ ആയിട്ട് നമുക്ക് വാങ്ങാം. ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വെള്ളം കുപ്പി എത്തിയിട്ടില്ല ഗൈസ്. അത്യാവശ്യം ടൈമൊക്കെ എടുക്കുന്നതാണ് റിയൽ ലൈഫ് പോലെ ആക്കിയിട്ട് നിറച്ചിട്ട്. വെള്ളം കുപ്പി വന്നു ഗൈസ്, നിറച്ചിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി. അപ്പോൾ വെള്ളം കുപ്പി നമുക്ക് ഇതിൽ നിറയ്ക്കാൻ പറ്റില്ല. പൈസ ഇതിൽ പറ്റും ഗൈസ്. അപ്പോൾ 2ലും പറ്റണില്ല. അപ്പോൾ എന്താ
രണ്ട് നിലത്ത് വെച്ച ആൾക്കാരെടുക്കില്ലല്ലോ. നമുക്ക് വെറുതെ ആ മൂലയിൽ കൊണ്ടുപോയി വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആൾക്കാർ വരുമ്പോൾ എടുക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. നമുക്ക് ആ ഷെൽഫിലൊന്നുകൂടി നോക്കി നോക്കാം. ഗൈസ് ഫ്രിഡ്ജ് വാങ്ങണം ഗൈസ് വെള്ളത്തിന്. പക്ഷേ വെറുതെ അത് ഓർഡർ ചെയ്ത് ഗൈസ് 250 രൂപയാണ് ഇനി ഫ്രിഡ്ജ് വാങ്ങാൻ. തണുപ്പ് വേണം ഗൈസ്. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടാൽ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം, ഇതിൻ്റെ സൈഡിൽ തണുപ്പ് ഓരോന്ന് കണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ തണുപ്പ് വേണ്ടതിൻ്റെ അടുത്ത് തണുപ്പിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇത് വേണ്ട ഏതൊക്കെ ഷെൽഫാണ് വേണ്ടതെന്ന് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ആദ്യത്തെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കണക്കൊക്കെ പഠിക്കാൻ നല്ല കേട്ടോ ഗൈസ്. ഒരു കടയിരുന്നാൽ തന്നാൽ ബാക്കി എത്ര കൊടുക്കണം അങ്ങനെയൊക്കെ പഠിക്കാൻ നല്ലതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റത്തെ റോ നോട്ടുണ്ടല്ലോ ഗൈസ്, അതിലേത് ഞെക്കിയാലും നമ്മുടെ ഇതിലെ കമ്പ്യൂട്ടറിൽ കണ്ടില്ലേ ഫസ്റ്റത്തെ നമ്പറാണ്. അടിയിലെ കോയിൻസ് എല്ലാം സെക്കൻഡ്. അപ്പം നമ്മളിങ്ങനെ 10 വെച്ചിട്ട് 10 ആണെങ്കിൽ അങ്ങനെ എടുക്കുക. ലെവൽ 3 ആയിട്ടുണ്ട്. 10 ആണെങ്കിൽ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ATM കാർഡ് തന്നു, മനസ്സിലായില്ലേ? 10 ആണെങ്കിൽ നമുക്ക് മേളിൽ 10 എടുക്കുക. അടിയിൽ അപ്പോൾ 20 ആണെങ്കിൽ അടിയിൽ 20 എടുക്കുക. അങ്ങനെ. അപ്പോൾ അയാൾക്കൊന്നും ഇല്ലായിരുന്നു, 0 ആയിരുന്നു. ഒരാൾ ATM കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൽ കാണാൻ നമ്പർ അടിച്ചെടുത്താൽ മതി. ബാക്കിലുള്ളവർക്ക് ടൈമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വാച്ചൊക്കെ നോക്കിയൊക്കെയുണ്ട്. അത് നോക്കിയോ ഗൈസ്, മേളിൽ 10 എന്നിട്ട് 5ഉം 6ഉം 2 1 രൂപയും കൊടുത്തപ്പോൾ കറക്റ്റായി. എന്നിട്ട് ബാക്കി കോയിൻസ് കൊടുത്തു. ഇവിടെ 10 നോട്ട് 1 രൂപ നോട്ട് കൊടുക്കും. എന്നിട്ട് ബാക്കി തെറ്റിപ്പോയിട്ടോ കേസിൻ്റെ 10 ആദ്യം നമ്മൾ നോട്ട് കൊടുക്കുക. എന്നിട്ട് 2 രൂപ കോയിൻ 2 വട്ടം നിൽക്കുക. കറക്റ്റായി. അങ്ങനെ ചെയ്യുന്നത്. ആദ്യം എനിക്കും മനസ്സിലായില്ല എങ്ങനെയാണെന്ന്, പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഈ ഗെയിമിനൊക്കെ ഈ ഗ്രാഫിക്സ് മതി. പിന്നെ മെയിനായിട്ട് ഗ്രാഫിക്സ് അത്രയും വേണ്ട കാർ റേസിങ് ഗെയിം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാൻ പറ്റുന്ന റോബ്ലോക്സ് അങ്ങനത്തെ ഒക്കെയാണ്. റോബ്ലോക്സ് പക്ഷേ ആ ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കളിക്കാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ് കൂട്ടുകാരുടെ ഒപ്പം. അപ്പോൾ ഗൈസ് നമ്മളിനി ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതാവും കേട്ടോ ഗൈസ്. നമ്മുടെ CPMൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് CPM കളിക്കാൻ നേരത്ത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് വർക്കിംഗ് ആവണില്ല. അതാണ് നമ്മൾ വർക്കാവുമ്പോൾ നമ്മൾ ഇടുന്നതാവും. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെക്കാം. അപ്പം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ സ്റ്റാർട്ടാക്കും ഗൈസ്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഡേറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എടുത്ത് സ്റ്റാർട്ടാക്കും. മൈൻക്രാഫ്റ്റ് ടൈം കിട്ടണില്ല ഗൈസ്, അതാണ് നമ്മൾ കുറച്ച് ദിവസം ഇതായത് വീഡിയോസൊന്നും ഇടാത്ത. ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ വീഡിയോസ്. അപ്പോൾ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഡെയിലി വീഡിയോ ഇങ്ങനെ വരാൻ സാധ്യത കുറവാട്ടോ ഗൈസ്. ഞാൻ പിന്നെ മാക്സിമം പറ്റുന്നോളം വീഡിയോ ഡെയിലി ഇടുന്നുണ്ട്. ഇടാൻ വേണ്ടി നെറ്റ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഇനി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഫോണ് എൻ്റെ അമ്മയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടാവും വീഡിയോസ് ഇടുക. അപ്പോഴും കുറച്ച് സ്റ്റില്ലുണ്ടാവും, വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 18 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ മാക്സിമം 100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ
പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം പേരും വ്യൂവേഴ്സും ലൈക്കൊക്കെ കിട്ടാൻ വേണ്ടി കാണുന്നൊക്കെ ഉണ്ട്. വീട്ടിൽ ഉള്ള 2 ഫോണിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വ്യൂവേഴ്സ് അത്യാവശ്യം കൂടുന്നൊക്കെ ഉണ്ട്, ലൈക്കും കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, നമ്മളെ വീണ്ടും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ തുടർന്ന് ഇനി വീഡിയോ വരാൻ സാധ്യത കുറവാകും, എന്നാലും നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ ബാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ മടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പൈസ ഒക്കെ കൊടുത്തിട്ട് അൺലോക്ക് ആകുമ്പോൾ കൗണ്ടറിൽ ആൾക്കാരൊക്കെ വെക്കാം, കൗണ്ടർ എക്സ്ചേഞ്ച് ചെയ്യാം, വലുതാക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. വലുതാക്കുമ്പോൾ എന്തായാലും ഒരാളെ വേണം ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ 2 കൗണ്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാടാണ് നോക്കാൻ. ഒരു കൗണ്ടറിൽ മാത്രമല്ല അപ്പോൾ ഒരാൾ വരിക, 2 ആൾക്കാർ വരില്ലേ, അപ്പം നോക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ എന്തായാലും പറ്റുന്നോളം വീഡിയോ ഇടാം കേട്ടോ ഗൈസ്. നമ്മുടെ മെയിൻ 2 പ്രോബ്ലമാണ്, 3 പ്രോബ്ലം ഉണ്ട്. നെറ്റ് മര്യാദയ്ക്ക് കിട്ടാത്തതിൻ്റെയും പ്രോബ്ലം, പിന്നെ വീഡിയോസ് എടുക്കാൻ ടൈമും കിട്ടില്ല. ടൈം കിട്ടിയാൽ തന്നെ നമ്മൾ ചെയ്ത ഗെയിമുകളുടെ തന്നെ വീഡിയോസ് ആവും വീണ്ടും ചെയ്യേണ്ടി വരിക. അത് കാരണം നമ്മൾ വീണ്ടും പുതിയ ഗെയിംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചെയ്യണം, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ചെയ്യണം. അല്ലാണ്ട് എനിക്കറിയാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാരണം ആണ് നമ്മൾ കുറച്ച് ഡിലേ ആവണേ. ഇപ്പോൾ മറ്റേ ലാസ്റ്റ് കവർ ഫയറിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടണേ. അതിൻ്റെ ഒരു ടൈം കുറവിൻ്റെ ഉള്ളൂ. സാധനങ്ങളൊക്കെ നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ സാധനങ്ങൾ ഇനി ഓർഡർ ചെയ്യണം. ഇനി വാട്ടർ ബോട്ടിൽ ഒഴിച്ചെല്ലാം ഓർഡർ ചെയ്യാം കേട്ടോ ഗൈസ്. അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ 250 എങ്ങനെ വരിക ഗൈസ്? നമ്മൾ അറിയാണ്ട് ആ ഫ്രിഡ്ജിൻ്റെ കുടിഞ്ഞൊക്കെയായിരുന്നു, അത് ഞാൻ കാണാണ്ട് മൊത്തം ഡിലീറ്റാക്കി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ 250 കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ എല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്യാം. ബോട്ടിൽ ഒഴിച്ചിട്ടോ ഗൈസ്, കാരണം അതിന് ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജിന് 250 ആണ്. അതുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ചടങ്ങാണ് ഗൈസ്. ഇപ്പോൾ പുതിയ ഫുഡ് ഐറ്റംസ് ഓപ്പൺ ആയിട്ടുണ്ട്, അതിന് 200 രൂപയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെ അൺലോക്ക് ചെയ്യുക, കൗണ്ടറിൻ്റെ, ഇങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അത്യാവശ്യം നല്ല ഗെയിമാണ്. ഞാൻ പിന്നെ സ്റ്റോറി ഗെയിംസ് നോക്കി നടക്കുന്നുണ്ട്. നല്ല സ്റ്റോറിയുള്ള ഗെയിംസൊക്കെ കിട്ടുകയാണെങ്കിൽ കളിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാവുന്ന വല്ല ഓഫ്ലൈൻ സ്റ്റോറി ഗെയിംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ കളിക്കാൻ പറ്റുന്നതാണെങ്കിൽ കളിക്കും. ഞാൻ നോക്കിയ സ്റ്റോറി ഗെയിംസൊക്കെ, സ്റ്റോറി ഗെയിംസ് ആണെങ്കിൽ നല്ല കുറേ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ല ഇതുണ്ടാവും. അതാണ് സ്റ്റോറി ഗെയിംസ് നോക്കണേ. ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോൾ 2 GB ഒക്കെ GBയുടെയാണ്. അതിന് സ്റ്റോറേജ് ഇല്ല, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഗെയിംസൊക്കെ നമ്മൾ അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഗെയിം നമ്മൾ ഇനിയും ഇടുന്നതാവും. നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി അവിടെ തന്നെ ഇരിക്കുക കേട്ടോ ഗൈസ്. നമുക്ക് വെറുതെ തുറന്നിട്ട് എറിഞ്ഞു നോക്കാം. മാമൂലേ പോയി വീണു ഗൈസ്. അതവിടെ ഇരിക്കട്ടെ. അടുത്തിട്ട് വണ്ടി പുറത്ത് കൊണ്ടുപോയിട്ട്, വണ്ടി ഉണ്ട് ഗൈസ് പുറത്ത്, അവിടെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാലോ.
ഇങ്ങനെ വെച്ചിട്ട് ആ സാധനം എടുത്തോണ്ട് പോകായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോയാനല്ലേ. തണുപ്പ് വേണ്ട ആൾക്കാർക്ക്. നമുക്ക് ആ മൂലയെ വെച്ചാൽ നമ്മുടെ പുതിയ സാധനം എന്തെങ്കിൽ ഇനി വന്നിട്ടില്ല ലോക്ക് ചെയ്യണം ഗൈസ്. പുതിയ സാധനം എന്തോ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് എന്താ സാധനം എന്നറിയില്ല ഗൈസ്. നൂഡിൽസാ. ഇപ്പോൾ അതിൻ്റെ പൈസ നമുക്ക് കൂട്ടാം. ചായപ്പൊടിക്കൊക്കെ എത്ര റേറ്റ് അല്ലേ. നമ്മളപ്പോൾ കുറച്ചില്ലെങ്കിൽ നമ്മൾ മടുക്കും കേസ്. കാരണം കട ഓപ്പൺ ആക്കുമ്പോഴാണ് മെയിനായിട്ട് മടുക്കുക. ഒരാൾ കൗണ്ടറിൽ ഓർഡർ ചെയ്ത സാധനം അപ്പോൾ വരും. ആൾക്കാരെല്ലാം കഴിയുമ്പോഴാവും ആ സാധനം എടുത്ത് വെക്കാൻ ടൈം കിട്ടുക. അപ്പോൾ പിന്നെ ആൾക്കാർ പിന്നെ വരത്തില്ല, രാത്രിയാവും. രാവിലെ ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാവും വരിക. അങ്ങനെ കുറേ ഇതുണ്ട്. കൗണ്ടറിലൊരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൗണ്ടറിലൊരാളുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ് കുറവാണ് ഗൈസ്. നമുക്ക് നഷ്ടമാണ് ഗൈസ് ടോട്ടൽ പ്രോഫിറ്റ്. കാരണം നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനമൊന്നും വിറ്റ് പോയില്ലല്ലോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം വിറ്റ് പോയിട്ടില്ല. അതാണ് ടോട്ടൽ പ്രോഫിറ്റ് കുറവ് വന്നേക്കുന്നത്. ഈ സാധനമൊന്നും കോഫി പൗഡർ ഇതൊന്നും നമ്മളിപ്പോൾ വെച്ചതല്ല, കട ക്ലോസ് ചെയ്തിട്ട്. അതാണ് ടോട്ടൽ പ്രോഫിറ്റ് കുറവായ. നമ്മളപ്പോൾ എല്ലാത്തിൻ്റെയും വില കൂട്ടാം. വില കൂട്ടിയാലേ ലാഭം ഉണ്ടാവുള്ളൂ. അതിൻ്റെ വില കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ കാർഡിൻ്റെ മേളിൽ ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ ആ കാർഡ് പൂട്ടാം. അവിടെ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബോക്സാണെങ്കിൽ ആ കാർഡ് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പോയി കിട്ടും. ഇപ്പോൾ കട ഓപ്പൺ ആക്കി. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കട. എടുത്ത് കുറേ പോസ്റ്ററൊക്കെ ഉണ്ട്, ജോക്കറിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട്. ഗൈസ്, ഈ മാപ്പ് കുറേ പോസ്റ്ററൊക്കെ ഉണ്ട്. ഈ മാപ്പ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റക്കായി നിൽക്കും. കുറേ ദൂരത്തേക്കൊന്നും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. ഇത് പക്ഷേ അത്യാവശ്യം ലെങ്ത്ത് ദൂരത്തേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. എനിക്ക് മടിയാണ്. ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ ഈ ഗെയിമിൻ്റെ ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അടുത്ത വീഡിയോ ഇതിൻ്റെ ഉണ്ടാവില്ല ഗൈസ്. കാരണം നമ്മളിത് ഡിലീറ്റ് ആക്കിയിട്ട് പുതിയ ഗെയിമൊക്കെ നമ്മൾ ഇടുന്നതാവും. അമ്പഴത്തേക്കും കേസ് അവിടെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. വന്നിട്ട് മേളിലെ റോയിൽ നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ബോക്സ് കൊണ്ടുപോയി കളയാം. എല്ലാത്തിനും പൈസ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജ് കുറവാട്ടോ എൻ്റെ ഫോണിന്. 10 ഇട്ടുണ്ടെങ്കിൽ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ടേ കുത്തിയിടുള്ളൂ. കുത്തിയിട്ടുണ്ട് കളിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഈ മേശ മാറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നല്ലേ. ഈ സ്റ്റാൻഡ് മാറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മാറ്റാൻ പറ്റുകയാണെങ്കിൽ മൂലയിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് സെറ്റാക്കായിരുന്നു. നമ്മൾ കോഫി പൗഡറൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്നില്ലല്ലോ ഗൈസ്. മറ്റേ പാക്കറ്റായിട്ടുള്ള കോഫി പൗഡർ ഓർഡർ ചെയ്തായിരുന്നു തോന്നുന്നു ഗൈസ്. അപ്പോൾ ചേച്ചിയൊക്കെ ഒരു
ചേച്ചി ഇപ്പോൾ ഒരു സാധനം എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കടയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയോട്ടോ, അയാൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ ബാസ്ക്കറ്റ് വരും. കണ്ടോ, ഓട്ടോമാറ്റിക് ബാസ്ക്കറ്റ്. പുള്ളി എടുക്കേണ്ട ആവശ്യമില്ല, കയ്യിൽ നിന്ന് വളർന്നു വരും ബാസ്ക്കറ്റ്. ചേച്ചി ഒരേ സാധനം 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതടിച്ചിട്ടുണ്ട്, ബില്ലടിച്ചിട്ടുണ്ട്. ഇയാൾ ഈ ബാക്കിൽ നിൽക്കണ ഈ ചേട്ടനില്ലേ, ആ ബ്ലാക്ക് ഇട്ട് ആ ചേട്ടൻ എന്താ ജോക്കറിൻ്റെ മാതിരി ഉണ്ടല്ലേ ഈ ചേട്ടൻ. അപ്പോൾ ഗൈസ്, ഞാനൊന്നുകൂടി പറയണം, എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നതാവും ഇനി, മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ ഇടണം ഇനി. നമ്മൾ ടൈം കിട്ടുമ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടാവും ഇനി മുതൽ. ഗൈസ്, അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ വിറ്റ് തീർത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നല്ല കുറേ നേരം എടുത്തത് കാരണം നമ്മൾ സ്പീഡാക്കി വീഡിയോ അവിടെ വിട്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, നല്ല ലെങ്തിയാണത്. സ്പീഡാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവും. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ സാധനം വന്നൊക്കെ വെച്ചിട്ടുണ്ട്. കോഫി പൗഡറിന് അത്ര ആൾക്കാരില്ലെന്ന് തോന്നുന്നു, അത് വാങ്ങാൻ അങ്ങനെ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ നമ്മളെല്ലാം കൊണ്ടുവന്ന് കട ക്ലോസ് ചെയ്തിട്ട് ഒരു ദിവസം വെക്കും. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയോ. മെയിനായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് പകുതി ആകുമ്പോൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് നോക്കുക നമ്മൾ. അപ്പോൾ
കുറേ ഇരുന്ന് പോണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പോൾ അവിടെ തന്നെ കണ്ടില്ലേ, ഓറഞ്ച് കുറേ ഉണ്ട്. ഓറഞ്ച് ആൾക്കാർക്ക് താല്പര്യമില്ല, പക്ഷെ ചിലവരൊക്കെ വാങ്ങുള്ളൂ. അതിന് ഡിമാൻഡ് കുറവാണ്, അപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. ആപ്പിളൊക്കെ ആണെങ്കിലും വാങ്ങിച്ച് വെച്ചാൽ പെട്ടെന്ന് എടുക്കുന്നുണ്ട് ആൾക്കാർ, പെട്ടെന്ന് വിറ്റ് പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ട് കളിച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. അപ്പം ഞാനിത് കുറച്ച് നേരത്തേക്ക് കളിക്കുന്നത് കാരണം മാത്രമാണ് ഇങ്ങനെ കളിക്കണേ, എല്ലാം വാങ്ങിച്ച് കാണിച്ച് അങ്ങനെയൊക്കെ കളിക്കണേ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുത്തോർത്തിട്ട് പുതിയ സാധനം എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാ സാധനവും ഓരോന്ന് വെച്ച് ഓർഡർ ചെയ്യാൻ പോവാണ് ഗൈസ്. എല്ലാം കളയേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മൾ വാട്ടർ ബോട്ടിലില്ലേ ഗൈസ്, അതിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയ ഷെൽഫ് വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് പുതിയ ഷെൽഫൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി പുതിയ സാധനങ്ങൾ വേണമെങ്കിൽ ഇത് ചെയ്യണം. നമുക്ക് പുതിയ അപ്ഡേഷൻ ചെയ്യണം, എന്നാലേ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഫി പാക്കറ്റിൻ്റെ വേറെ പാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മേളിലടുക്കി വെച്ചിട്ട് പ്രൈസ് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇത് കളയാം. അത് കളഞ്ഞിട്ടുണ്ട്. വാട്ടർ ബോട്ടിലിന് ഇനി പിന്നെ ഇതൊന്നും ഇല്ല ഗൈസ്, ഫ്രിഡ്ജ് വാങ്ങണം ഗൈസ്. അതിനുള്ള നമുക്കിപ്പോൾ വാട്ടർ ബോട്ടിൽ വെറുതെ എറിഞ്ഞ് കളിക്കാം. അതിൽ വാട്ടർ ബോട്ടിൽ എറിഞ്ഞാൽ ലീക്ക് അടിക്കുമെന്ന് തോന്നുന്നു. നമുക്കത് നോക്കി വെക്കാം. അതാണ് നമ്മൾ എറിഞ്ഞ് വെക്കണേ. നമുക്ക് കൊണ്ടുപോയി ആ പുറത്തുള്ള വണ്ടിയില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുമോ നോക്കി വെക്കാം. പുറത്തൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ആകാശത്തേക്ക് ഞാൻ ജസ്റ്റ് ദൂരേക്ക് വന്ന് ചവിട്ടുമ്പോൾ തെറിച്ച് പോകണമൊക്കെ ഗൈസ്. നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ നോക്കി വെക്കാം. എൻ്റെ സടീക്കൂടെയാണ് പോകണത്, അപ്പം നമുക്കത് എടുത്തിട്ട് എറിഞ്ഞു വെക്കാം ഉള്ളിലേക്ക്. അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ ആ പെട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പെട്ടി അയാൾ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. വെള്ളം കുപ്പി അയാൾ വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് കണ്ട, ടോട്ടൽ പ്രോഫിറ്റ് ലാഭമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കളിക്കാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് കൊടുക്കണ്ട, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ, നമ്മളെടുത്ത് അകത്തേക്ക്. അയാളുടെ വണ്ടി പോവില്ലെന്ന് തോന്നുന്നു, അവിടെ എന്തോ പറ്റി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ സൈഡിൽ വെക്കാം. അപ്പോൾ ഇന്നത്തെ സിമുലേഷൻ ഗെയിം നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കൊണ്ട് വരുന്നതാവും. നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. അപ്പോൾ ഗൈസ്, ബൈ.